ആരാ? രുദ്രൻ, രുദ്രസിംഹൻ. ധാരാളം കേട്ടിരിക്കുന്നു. വന്നതറിഞ്ഞില്ല. പ്രാർത്ഥനയിലായിരുന്നു. ഗംഗയിലേക്കൊരു തീർത്ഥയാത്ര പോകാൻ വ്രതത്തില. വ്രതം മുറിക്കാൻ വന്നതല്ല ഞാൻ. വെളുത്ത വസ്ത്രം, വെളുത്ത ശരീരം, വെളുത്ത ഭസ്മം. ആ മനസ്സുകൂടി എന്തേ വെളുക്കാതെ പോയി? എന്തേ രുദ്രസിംഹന് വേണ്ടത്? ഉമയമ്മ ഈ കോവിലകം വിൽക്കുമോ? ഇല്ല. നിന്റെ ഗതികേട് കൊണ്ടാവാം. നീ നിന്നെ തന്നെ വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. ചേലാവൂർ കോവിലകത്തിന്റെ പടിഞ്ഞാറേക്കരയിൽ അരയന്നങ്ങൾ നീന്തി തുടിക്കുന്ന ആമ്പൽ വിരിയുന്ന കുളത്തിൽ വെളുപ്പിന് എണ്ണ തേച്ച് കുളിച്ച് കണ്ടവന്റെ ചോരയും വിയർപ്പും ആവാഹിക്കുന്ന നീ ഏത് പുണ്യ ഗംഗയിൽ പോയി കുളിച്ചാലും തീരില്ല പാപം. അതിന് പ്രപഞ്ചം സൃഷ്ടിക്കണം പുതിയൊരു പുണ്യ തീർത്ഥം. എന്റെ മനസ്സ് തകർക്കാൻ തന്നെയാണോ രുദ്രസിംഹൻ വന്നത്? ഒരല്പ ശാന്തി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് വന്നതേയുള്ളൂ ഞാൻ. എന്തായി കുഞ്ഞിന്റെ പേര്? മണികണ്ഠരാജ. മനവത്തൂർ കോവിലകത്തെ നീലകണ്ഠരാജയുടെ ഒരു തുള്ളി ചോരയെങ്കിലുമുണ്ടോ ഈ കുഞ്ഞിന്റെ സൃഷ്ടിയിൽ? ഇത് അദ്ദേഹത്തിന്റെ മകനാണ്. അല്ലെന്ന് ഞാൻ പറയും. നിന്റെ 14ാമത്തെ വയസ്സിൽ ഈ കോവിലകം ജപ്തി ചെയ്യാൻ വന്ന അപ്പുപ്പന്റെ പ്രായമുള്ള തഹസിൽദാർ പാറശാലക്കാരൻ നാഗമാണിക്യം പിള്ളയുടെ മുന്നിലും അഴിഞ്ഞു വീണു. ഒടുവിൽ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോ പിടഞ്ഞു വീണ് ചത്തില്ലേ നിലവറയ്ക്കുള്ളിൽ ആ കിഴവൻ? ഉവ്വ്, ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നീടറിഞ്ഞു ഹൃദയത്തിന് ദീനമുള്ള ആളായിരുന്നു എന്ന്. പലതും മറക്കാൻ ശ്രമിക്കുക ഞാൻ. കുന്നത്തൂർ ഭൈരവന്റെ ആഭിചാരമൂർത്തി ചോരക്കുറത്തി. ചോരക്കുറത്തിയുടെ അരയിൽ നീ കെട്ടിക്കൊടുത്ത വൈഡൂര്യം. ദുർമന്ത്രവാദം നാളെ തിരിഞ്ഞടിക്കും. മന്ത്രവാദിയും മൂർത്തിയും കാലത്തിന്റെ അഗ്നിപ്രവാഹത്തിൽ വെന്ത് വെണ്ണീറാകും. മനവത്തൂരിലെ പ്രമാണത്തിന്റെ പേരും പറഞ്ഞുള്ള കളി, കൂട്ടിന് ദുർമൂർത്തികളും. ഒറ്റ വാക്കിൽ പറയാം, ആ പ്രമാണം തിരിച്ചു കൊടുക്കണം ഹൈമവതിക്ക്. പിന്നെ നീലകണ്ഠരാജയുടെ വിരൽ പതിപ്പിച്ച് വാങ്ങിയ രേഖകളും. അദ്ദേഹത്തിന്റെ ആത്മാവ് പൊറുക്കില്ല നിന്നോട്. എല്ലാം നീലകണ്ഠരാജ എനിക്ക് മനസ്സറിഞ്ഞു തന്നതാ. എന്നെ അദ്ദേഹത്തിന് ജീവനായിരുന്നു. ഞാനും എന്റെ ബുദ്ധി ഉറയ്ക്കാത്ത മകനും ഇവിടെ ഒറ്റയ്ക്ക. കുന്നത്തൂർ ഭൈരവനും കൂട്ടരും നിന്നെ വകവരുത്തുമെന്ന് നീ ഭയപ്പെടുന്നു. എന്റെയും എന്റെ മകന്റെയും മരണം ഞാൻ മുന്നിൽ കാണുന്നു. മുന്നിലേക്ക് തിരിഞ്ഞാൽ ഭൈരവൻ, പിന്നിലേക്ക് തിരിഞ്ഞാൽ രുദ്രസിംഹൻ. ഇരുവശങ്ങളും ചെയ്തു കൂട്ടിയ പാപത്തിന്റെ വിത്തുകൾ വളർന്ന് ശാപവൃക്ഷങ്ങളായി നിൽക്കുന്നു. വയ്യ, എനിക്ക് വയ്യ. ഇതൊക്കെ ഫ്രഷ് ആണല്ലോ, ചീഞ്ഞൊന്നുമില്ലേ? മണമൊന്നുമില്ലട്ടാ. ആയാ സാധനം റെഡിയാ? എടാ നിന്നോടല്ല അവിടെ പോയി നിക്കാൻ പറഞ്ഞേ. ആരെങ്കിലും അറിഞ്ഞ ആറുട്ടാ പോവാണ്. പിന്നെ തല അടിച്ച് മാറ്റിയേക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള. എടാ കണക്ക് പറയാണ്ട് പോയി നിക്കടാ.
ഇവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല നീ അവിടെ ഒന്നും ആരുമില്ല. നീ പിടയ്ക്കാൻ നിക്ക്, ഇതൊന്നാവട്ടെ. ഈ പട്ടയം കരയാകുമ്പോ എപ്പോഴായിരുന്നു? അതൊക്കെ നമുക്ക് ടച്ചിങ്സിന് എടുക്കാം. അല്ലെന്ന് അത് ഇതിന്റെ അകത്ത് ഇടണ്ടേ? ആക്ക് ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടെന്ന്. ആ എക്സൈസ് പോടാ. നിയാസ്ക വാ നിയാസ്ക. ബാക്കിയുള്ളവന്മാരൊക്കെ എന്തിയടാ? ഉണ്ട്. എന്താ ചക്കന്മാരെ പരിപാടി? എടാ പന്നികളെ, അപ്പൊ ഇതായിരുന്നല്ലോ ഇവിടുത്തെ ഇടപാട്. എടാ അറാമ്പറപ്പ പേര് പെടക്കാക്ക നാണമില്ലടാ. ഞാൻ പോണ്. ഷേ പെണങ്ങല്ല നിയാസ്ക, നിക്ക്. ഹാ, ഈ വഴി പോയിപ്പോ ഒന്ന് കേറിയെന്നുള്ളൂ. ഒരു പാർട്ടിനെ ഫ്ലാറ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. നിനക്കൊക്കെ പറ്റിയ പീസാന്ന് തോന്നുള്ളൂ. ആരാ? ഹാവൂ, അത് വരുമ്പോ കണ്ടാ മതി. അതൊരു സസ്പെൻസ്. എന്താ അവന്റെ ഉന്മേഷം? നിനക്ക് പണി വല്ലതും ആയോടാ? നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങല്ലേട്ടാ. എടാ, ഈ എറണാകുളത്ത് വെറുതെ നിന്നാ മതി, വൈകുന്നേരം ആകുമ്പോൾ 500 കിട്ടും. അപ്പോഴവൻ്റെ ഇന്റർവ്യൂ. പക്ഷെ നമ്മുടെ ഒരു ക്വാളിറ്റിക്ക് പറ്റിയ ജോബ് കിട്ടണ്ടിക്ക. ചെക്കൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല നിയാസ്ക. കൃത്യമായിട്ട് പൈസ ബാങ്കിലോട്ട് എത്തണ്ടല്ലോ ദുബായിൽ നിന്ന്. കാരണന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. ആ ദേവന്റെ മുസീബത്ത്. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. കസ്റ്റമർ കെയർ ആ ഇങ്ങനെ ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ Hello, Mr. Nias. നിയാസ് ഈസ് ദ കോളിംഗ്. ടെല്ല്. Okay, I want to talk to Mr. Nias. ഐ ആം മിസ്റ്റർ നിയാസ്. ഐ കോളിംഗ്. ടെല്ല്. Actually, I am Ranjini, calling on behalf of... ഓ രഞ്ജിനി, ഏഷ്യൻ സ്റ്റാർ സിംഗർ. ഐ ലവ് രഞ്ജിനി. ഓ രഞ്ജിനി. No, sir, I am Ranjini. വാട്ട് രഞ്ജിനി? I would like to inform you that you are selected as our VIP customer. I know VIP. I jockey. Sometimes I Puma. You VIP? Oh, very bad. Sir, this is for updating your status. Status I am single. You are single? Then we are double. Sir, is there any problem with language? No. I am talking to English. I am the English. You are the English. So we are the English. Sorry, sir. I will contact you later. Thanks for your cooperation. No cooperation. I am Panchayat. Ponnarimangalam Panchayat. You are Panchayat? Hello? വച്ചിട്ട് പോയാളിയാ. എടാ മിടുക്ക, ഞാൻ 2 ആഴ്ച വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യ നീ 2 മിനിറ്റ് കൊണ്ട് സാധിച്ചത്. ഓ, നിന്റെ ബുദ്ധി അപാരം. പുറത്ത് കാണിക്കല്ലേട്ടാ. എന്നെ ഞാൻ പോട്ടെ. നിയാസ്ക, ഇത് പുറത്താരോടും പറയരുതട്ടാ. എന്ത്? വാട്ട് 69? പിന്നെ ഞാൻ നോട്ടീസ് അച്ചടിക്കാൻ വേണ്ടി പോവാല്ലേ. അത് മതി. പിന്നെ ഒരു കാര്യം, ബാച്ചിലേഴ്സ് ആണെന്ന് പറഞ്ഞ ഫ്ലാറ്റ് പോയിട്ട് വീട് പോലും കിട്ടാത്ത അവസ്ഥയാ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളായിട്ട് എനിക്കൊരു പണി ഉണ്ടാക്കരുത്. ഏയ്, റോട്ടി കിടക്കേണ്ടി വരും. അതോർത്താ നിങ്ങൾക്ക് നല്ലത്. തല തല. എടാ ചൂടാറാതെ കോർക്കിടാൻ പാടില്ലെന്ന്. ഇതെന്ത് ഇവന് മാത്രം സ്പെഷ്യൽ? എങ്ങനെ? ആരാ മാർക്കറ്റിൽ പോയി വെല്ലം വാങ്ങിച്ചത്? ഈ ഞാൻ. ആരാ റൊട്ടിപ്പൊടി വാങ്ങിച്ചത്? ഈ ഞാൻ. പട്ട കരയാമ്പോ ചീഞ്ഞ പഴം ഇതൊക്കെ മേടിക്കാൻ ക്യൂ നിന്ന് ആരാ? ഈ ഞാൻ. ഈ കോറിഡോറിൽ പോയി മണം പിടിച്ച് നിന്ന് ആരാ? ഈ ഞാൻ. അപ്പൊ ഈ തല അടിക്കേണ്ടത് ആരാ? ഈ ഞാൻ. ഇത് മുഴുക്കടിച്ചിട്ട് വാള് വെക്കാൻ പോണേരാ. ഈ ഞാൻ. അത് correct. ശരി. ഹലോ എടാ, എന്നാ പോടാ. Here we go again. Aren't you clever? Feels like forever. Wonder when you call. Well, Mr. Subramaniam, what is your strength and weakness? Strength is my friends. Weakness. Aren't you clever? It's a long way down. സിംസൺ പോകോ ചാനല്ല കണ്ടിട്ടില്ലേ? ചിരിച്ചിരിച്ച് ചാകും. സോറി മാം, ഐ forgot to put it in silent mode. It's okay. Aren't you clever? It's a long way down. What is the difference between confidence and overconfidence? എനിക്ക് ഈ ജോലി കിട്ടുമെന്നുള്ളത് കോൺഫിഡൻസ്. Okay. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഈ മാഡത്തിന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഈ ചെയർ കയറിയിരിക്കും എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ്. It's a long way. ഇയാള് ഫോണൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഫ്രീ ആകുമ്പോൾ സൗകര്യം പോലെ വന്നാൽ മതി. സോറി മാം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ. ഗെറ്റ് ഔട്ട്. സോറി ഗെറ്റ് ഔട്ട്. മാം,
യു ആർ സോ സെക്സി ഇൻ സാരി. Get out, you! എന്താണ് വിളിച്ചത്? ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു. 30%? ഓ, ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു ഓഫർ കിട്ടാൻ വേണ്ടി എത്ര നാളായി കാത്തിരിക്കണ്. താങ്ക്സ് മച്ചാ. ഇനി സുബ്രുന്റെ ഗെറ്റപ്പ് കണ്ട് കൊച്ചിയിലെ ഗേൾസ് ഒക്കെ സ്റ്റണ്ടാകും പടി. എടാ അമ്മ കോൾ വെയിറ്റ്, ഞാൻ വിളിക്കാം. അമ്മ, ഇന്നത്തെ ഇത്തിരി ടഫായിരുന്നു, പക്ഷെ നാളത്തെ ഞാൻ சரியா ப்ரிப்பேர் பண்ணாததுனால தானே. சரி சரி அங்க வெட்டி சுட்டாதே இன்னாச்சும் போய் ப்ரிப்பேர் பண்ணு இல்லனா நாளைக்கு டஃப்பா இருக்கும். ഓക്കെ ഓക്കെ